അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സ്നേഹധന്യരായ വിശ്വാസിനികളെ, റമദാൻ മാസം അത് ഖുർആനിൻ്റെ കൂടി മാസമാണ്. ഖുർആനും റമദാനും തമ്മിൽ അഭേദ്യമായ ബന്ധമാണ് ഉള്ളത്. റമദാൻ മാസത്തിന് ഇത്രയേറെ മഹത്വം ലഭിക്കുവാനുള്ള പ്രധാന കാരണം ആ മാസത്തിലാണ് വിശുദ്ധ ഖുർആൻ അവതീർണമായത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറ 185 ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമ്മെ ബോധ്യപ്പെടുത്തി. ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. റമദാൻ, പരിശുദ്ധമായ റമദാൻ മാസത്തിലാകുന്നു ഖുർആൻ അവതീർണമായത്. ഭൂമിയിലെ ഏറ്റവും വലിയ സത്യം വെളിപ്പെട്ടത് ഈ റമദാൻ മാസത്തിലാണ്. അതുകൊണ്ട് തന്നെ റമദാൻ എന്നാൽ ഖുർആൻ പാരായണത്തിൻ്റെയും പഠനത്തിൻ്റെയും ചിന്തയുടെയും വസന്ത കാലമാണ്. പരലോകത്ത് വിശ്വാസികൾക്ക് വേണ്ടി 2 കാര്യങ്ങൾ പ്രത്യേകമായി ശുപാർശ ചെയ്യും. അതിലൊന്ന് നോമ്പും, രണ്ടാമത്തേത് ഖുർആനുമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അസ്സിയാമു വൽ ഖുർആനു യശ്ഫഅാനി ലിൽ അബ്ദി യൗമൽ ഖിയാമ. നോമ്പും ഖുർആനും അന്ത്യനാളിൽ അള്ളാഹുവിൻ്റെ അടിമകൾക്ക് വേണ്ടി ശുപാർശ ചെയ്യും എന്നാണ്. നോമ്പ് പറയും, നാഥാ, പകൽ സമയം ഞാൻ അവനെ ഭക്ഷണത്തിൽ നിന്നും വികാരങ്ങളിൽ നിന്നും തടഞ്ഞു. ഖുർആൻ പറയും, നാഥാ, രാത്രി ഉറക്കത്തിൽ നിന്നും ഞാൻ അവനെ തടഞ്ഞുവെന്ന്. ഇരുവരുടെയും ശുപാർശ അള്ളാഹു സ്വീകരിക്കുമെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. ഖുർആനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും പ്രത്യേകമായ മഹത്വം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയതായി കാണുവാൻ സാധിക്കും. നസല ജിബ്രീലു ബിൽ ഖുർആൻ. അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയാണ് ഖുർആൻ പ്രവാചകനിലേക്ക് എത്തിച്ചത്. ഫഅസ്ബഹ ജിബ്രീലു അഫ്ളൽ മലായിക. അതുകൊണ്ട് തന്നെ ജിബ്രീൽ എന്ന മലക്ക് ഏറ്റവും ശ്രേഷ്ഠനായ മലക്കായി തീർന്നു. നസലൽ ഖുർആനു അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കാണ് ഖുർആൻ ഇറങ്ങിയത്. ഫസ്വാറ സയ്യിദൽ ഖൽഖ്. ആ പ്രവാചകൻ സൃഷ്ടികളിൽ നേതാവായി ഉത്തമനായി. ജാഅൽ ഖുർആനു ഇലാ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകന്റെ ഉമ്മത്തിലേക്കാണ് ഖുർആൻ ഇറങ്ങിയത്. ഫഅസ്ബഅത ഖൈറ ഉമ്മ. ഖുർആൻ അവതരിപ്പിച്ച ആ സമൂഹം ഏറ്റവും നല്ല സമൂഹമായി മാറി. നസലൽ ഖുർആനു ഷഹ്റ റമദാൻ. റമദാൻ മാസത്തിലാണ് ഖുർആൻ ഇറങ്ങിയത്. ഫഅസ്ബഅ ഖൈറ ശുഹൂർ. അതുകൊണ്ട് തന്നെ മാസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ മാസമായി റമദാൻ മാസം മാറി. നസലൽ ഖുർആനു ഫീ ലൈലത്തുൽ ഖദ്ർ. ലൈലത്തുൽ ഖദ്റിലാണ് ഖുർആൻ അവതരിച്ചത്. ഫഅസ്ബഅത ഖൈറ മിൻ അൽഫി ശഹർ. 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ ഒരു മാസമായി അത് മാറുകയും ഉണ്ടായി. ഖുർആനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്വം നൽകിയതായി നമുക്ക് കാണുവാൻ സാധിക്കും. നമുക്ക് നമ്മുടെ വേദഗ്രന്ഥമായ ഖുർആനിനോട് എത്രത്തോളം ഇഷ്ടമുണ്ട് എന്നുള്ളത് നമ്മൾ പരിശോധിച്ച് നോക്കുക. മുൻഗാമികളായ ആളുകളൊക്കെ ഒരു ദിവസത്തിൽ തന്നെ 5ഉം 6ഉം തവണ 5ഉം 6ഉം ജുസ്ഉകൾ ഖുർആൻ ഓതിയിരുന്നതായി കാണാൻ സാധിക്കും. എന്നാൽ അത് നമുക്ക് വലിയ അത്ഭുതമായി മാറിയിരുന്നു. എന്നാൽ സോഷ്യൽ മീഡിയ വന്നതോടെ ആ സംശയം നമുക്ക് മാറി. ഒരാൾക്ക് ഒരു കാര്യം ഇഷ്ടപ്പെട്ടതാണെങ്കിൽ അയാൾ എത്ര സമയം വേണമെങ്കിലും ആ കാര്യത്തിന് വേണ്ടി സമയം ചെലവഴിക്കും എന്നുള്ളത് സോഷ്യൽ മീഡിയ നമുക്ക് മുമ്പിൽ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഖുർആനിനെ ഇഷ്ടപ്പെടാനും ആത്മാർത്ഥതയോടുകൂടി അത് പാരായണം നടത്തുവാനും പഠനങ്ങൾ നടത്തുവാനും ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുവാനും നമ്മൾ ശ്രമിക്കുക. ഖുർആൻ പാരായണത്തിലൂടെ, അതിൻ്റെ പഠനത്തിലൂടെ ഖുർആൻ അള്ളാഹുവിൻ്റെ അടുക്കൽ ശുപാർശ ചെയ്യുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.